Hello everyone. PMSSB 2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ XandY Learningന്റെ YouTube ചാനലിൽ PMSSB എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ വർഷത്തെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വരും എന്നുള്ള എക്സ്പെക്ടേഷനിൽ നമ്മൾ കോച്ചിങ് തുടങ്ങിയതാണ്. എനിവേ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള കുറച്ച് വീഡിയോസുകളായിട്ട് ഇതിൽ ഓരോരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടാൻ ജസ്റ്റ് ഗൂഗിളിൽ PMSSB എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ വരും. അതിൽ ഈ ഫസ്റ്റ് വരുന്ന ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട്, YAT NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന സൈറ്റ്. ഇത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. നമ്മുടെ JEE NEET ഒക്കെ നടത്തുന്ന അവർ തന്നെയാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. ഈ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെയിൻ നോട്ടിഫിക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡൗൺലോഡ്സിൽ പബ്ലിക് നോട്ടീസ് ഉണ്ട്. പബ്ലിക് നോട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ആ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീം ഫോർ വൈബ്രന്റ് ഇന്ത്യ SSB എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഫസ്റ്റ് ലൈനൊക്കെ നിങ്ങൾ വായിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം ഇതിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു അതർ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് OBC, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC ആൻഡ് ഡിനോട്ടിഫൈഡ് നൊമാഡിക് ആൻഡ് സെമി നൊമാഡിക് ട്രൈബ്സ് DNT/SNT കാറ്റഗറീസ്. ഈ കാറ്റഗറിയിലെ ആളുകൾക്കാണ്. മാത്രമല്ല ഈ കാറ്റഗറിയിൽ വന്നാൽ മാത്രം പോരാ. ദ ആനുവൽ ഇൻകം ഓഫ് ദോസ് പാരൻസ് ഓർ ഗാർഡിയൻസ് ഫ്രം ഓൾ സോഴ്സസ് ഡസ് നോട്ട് എക്സീഡ് Rs 2.5 lakhs. 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ ആനുവൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ ഇൻകം 2.5 lakhs-നേക്കാളും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ആ 2.5-നേക്കാളും താഴെ വരുന്നതും ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാം. പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒന്നുകിൽ ക്ലാസ് 9 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്ലാസ് 11 അല്ലെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനായിരിക്കും ഇത് എഴുതാൻ ഒരു എലിജിബിലിറ്റി ഉണ്ടാവുക. മാത്രമല്ല അവർ ടോപ്പ് സ്കൂൾസിലായിരിക്കണം. അപ്പോൾ ആരൊക്കെയാണ് ടോപ്പ് സ്കൂൾസ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത സ്കൂൾസ് ഏതാണെന്ന് ഓൾറെഡി നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ടോപ്പ് സ്കൂൾസ് ഏതാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഐഡന്റിഫൈഡ് സ്കൂൾസും അതുപോലെ ടോപ്പ് സ്കൂൾസിൻ്റെ ലിസ്റ്റൊക്കെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ അർഹത എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്, അതിന് വേണ്ടിയിട്ട് അവരൊരു ടെസ്റ്റ് ഉണ്ട്, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ആ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. NTA ആണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് അതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ വായിച്ചാൽ മതി. ഈ ഒരു ആർക്കൊക്കെയാണ് കാറ്റഗറി, ക്ലാസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. മോഡ് ഓഫ് കണ്ടക്ടിങ് എക്സാം, ഈ എക്സാം എങ്ങനെയാണ് നടത്തുന്നത്? അപ്പോൾ ഇത് പെൻ ആൻഡ് പേപ്പർ മോഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൻ ആൻഡ് പേപ്പർ മോഡ് നമ്മൾ ഓൺലൈൻ എക്സാം അല്ല, നമ്മുടെ ഓഫ്ലൈൻ എക്സാം തന്നെയാണ്. പക്ഷേ അത് OMR ബേസ്ഡ് ആണ്. OMR ബേസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഉണ്ടാവുക. ആ ഓപ്ഷൻ മാത്രം നമ്മൾ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് OMR ബേസ്ഡ് എക്സാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓഫ്ലൈൻ എക്സാം ആണ്, മാത്രമല്ല OMR ബേസ്ഡ് ആണ്. നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പാറ്റേൺ ഓഫ് ദി എക്സാം. എക്സാമിൻ്റെ പാറ്റേൺ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2.5 hours ആണ്, അല്ലെങ്കിൽ 150 minutes അല്ലെങ്കിൽ 2.5 hours ആയിരിക്കും ഉണ്ടാവുക. മീഡിയം, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് 2 മീഡിയത്തിലാണ് ഉണ്ടാവുക, ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അപ്പോൾ ഹിന്ദി യൂഷ്വലി കേരളത്തിലുള്ള സ്റ്റുഡൻസ് ഹിന്ദി പ്രിഫർ ചെയ്യൽ കുറവാണ്. കാരണം നമുക്ക് ഹിന്ദി ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ അത്ര ഈസി ആവണം നിർബന്ധമില്ല. അപ്പോൾ എല്ലാവർക്കും പൊതുവേ നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. മലയാളം എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം ഇത് നാഷണൽ ലെവലിൽ നടത്തുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മലയാളം, തമിഴ്, കന്നഡ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിനും അനുസരിച്ചിട്ട് ലാംഗ്വേജ് മാറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ ജനറലി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻസ് അതിലായിരിക്കും ഉണ്ടാവുക. ഇനി എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് 29/9/2023 ഫ്രൈഡേ ആയിരിക്കും. ഓക്കെ, 29-നായിരിക്കും എക്സാം. ഫ്രൈഡേ ആണ് ഡേറ്റ് ദിവസം കേട്ടോ. അതുപോലെ തന്നെ എക്സാം ഫീ, കാൻഡിഡേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു പേ എനി എക്സാം ഫീ. ₹1 പോലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എക്സാം എഴുതാൻ നിങ്ങൾ ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗ ടു അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു നമ്മളിപ്പോൾ കണ്ട അതേ വെബ്സൈറ്റ് തന്നെയാണ്. അതിൻ്റെ ലിങ്കും എന്തുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 11/7/2023, അതായത് 11th മുതൽ എന്ന് വരെയാണ് 10/8/2023, നെക്സ്റ്റ് മന്ത് 10th വരെയാണ്. അതിൻ്റെ അടുത്ത മന്തിലായിരിക്കും, സെപ്റ്റംബറിലായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 10th വരെയാണ് അതിനുള്ള ടൈം ഉണ്ടാവുക. ഇതിപ്പോൾ ജൂലൈ ആണല്ലോ, അപ്പോൾ ഓഗസ്റ്റ് 10th വരെ ആപ്ലിക്കേഷൻ ടൈം ഉണ്ട്. ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 29th അതെന്ത് ചെയ്യും, എക്സാമും കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇനി
scheme or syllabus of examination eligibility, list of identified schools, exam cities, important dates, etc. relating to the exam are mentioned in the information bulletin or website. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കിട്ടുക എന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുക. ഇതിൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത്, candidates who are desirous to appearing in the exam may read the detailed information bulletin and apply online at ഈ ഒരു വെബ്സൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വെബ്സൈറ്റ് ആണ്, between 11/7/2023 to 10/8/2023. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എഴുതാൻ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നന്നായിട്ട് വായിക്കും വേണം. കൂടാതെ ഈ ഒരു ഡേറ്റിൻ്റെ മുന്നേ ആയിട്ട്, ഈ ഒരു എൻഡ് ചെയ്യുന്ന ഡേറ്റിൻ്റെ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ ജസ്റ്റ് അതിൻ്റെ ജനറൽ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ടാബിൽ കൊടുത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളും അവരെ അറിയിച്ചു കൊടുക്കുക. കൂടാതെ നിങ്ങൾ ടീച്ചേഴ്സിനും കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം ടീച്ചേഴ്സിന് അവരുടെ പരിചയത്തിലുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എവിടുന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ഈ ഒരു എക്സാമിലെ കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ XandY Learningൻ്റെ ക്ലാസ് 9 യൂട്യൂബ് ചാനലിലായിരിക്കും ഇതിൻ്റെ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ വഴിയേ വരുന്നതാണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോസിൽ വരാം. താങ്ക് യു.